സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ തെരുവുനായ ശല്യം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതായി പരാതി. ഷൊർണൂർ 17, 18, 19, 20 വാർഡുകളിലാണ് തെരുവുനായകളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ പരാതിയുമായി നഗരസഭയിലെത്തിയെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 17-ാം വാർഡ് ടൗൺ പ്രദേശത്ത് വാടകയ്ക്ക് താമസിച്ചു വരുന്ന 50 വയസ്സുള്ള തെക്കേതിൽ സന്തോഷിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെ തെരുവുനായ ഓടിവന്ന് ആക്രമിച്ചിരുന്നു. തുടർന്ന് ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കടിയേറ്റ സന്തോഷിന് കൈകളിൽ മുറിവ് പറ്റുകയും ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുകയുമാണ്. 19-ാം വാർഡിലെ ഒരു പട്ടിയാണ് കടിച്ച്, എന്നെ മാത്രമേ വേറെ ആളെയും കടിച്ചിട്ടുണ്ട്. ഇത് അവിടെ വേണ്ടപ്പെട്ട ആൾക്കാർ സംസാരിച്ചപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് പല ആൾക്കാരെയും കടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവിൽപ്പെട്ടത്. ഇതൊരു നിയമപരമായിട്ട് ഒരു നടപടി ആർക്കും എടുക്കുന്നില്ല. എനിക്കെൻ്റെ പണിക്ക് പോകാനും പറ്റില്ലാതെ ഒരു ചെറിയ എനിക്ക് നീരുമുണ്ട്, വേദനയുണ്ട്. ഇതുകൊണ്ട് എൻ്റെ ജോലിസ്ഥലത്ത് എന്നെ നിർത്തിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്ക് വലിയ സഹായങ്ങളും സർക്കാരിന് കിട്ടുമെന്നുള്ള വാടക വീട്ടിലെ കഴിഞ്ഞ് വരുന്നത് ഒറ്റയ്ക്കായിട്ട് ജീവിതമാണ് ഇപ്പോൾ. അപ്പം സർക്കാർ ഒരു ചെറിയ സഹായം കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ ഒരാളെ മാത്രമല്ല, പല ആൾക്കാരും എത്ര കുട്ടികളെ കടിച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല. കുട്ടികളെയും കടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്ക്. ഇത് വേണ്ടപ്പെട്ട ആൾക്കാരോട് അന്വേഷിച്ചപ്പം അവരുടെ പട്ടിയല്ല എന്ന് പറയുന്നത്. ഇതെന്ത് ന്യായമായ ഒരു കാര്യമാണ്. ഒരു പട്ടിക്ക് പട്ടി ആ വീട്ടിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, തീറ്റ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ABC പദ്ധതി കൃത്യമായി നഗരസഭയിൽ നടപ്പിലാക്കുന്നില്ലെന്നും ഇത് ടൗൺ പോലുള്ള പ്രദേശങ്ങളിൽ തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നതായും വഴിവിളക്കുകൾ പ്രവർത്തനരഹിതമല്ലാത്തത് പുലർച്ചെ നടക്കാനിറങ്ങുന്ന കാൽനടയാത്രക്കാർക്ക് നായ്ക്കളുടെ ആക്രമണം ഉണ്ടാകുന്നതായും പരാതിയുണ്ട്. പ്രശ്നവുമായി ബന്ധപ്പെട്ട് 20-ാം വാർഡ് കൗൺസിലർ പ്രവീൺ കുഞ്ഞുമോൻ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ.